പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ത്രിയേക ദൈവത്തിന്റെ സ്നേഹ കൂട്ടായ്മയുടെ ആ വലിയ അഭിഷേക ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സജീവ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. ഞങ്ങളുടെ മക്കള് ജീവിതത്തിന്റെ ഓരോ മേഖലകളും അങ്ങയിൽ ഐക്യപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവിനെ ഞങ്ങൾക്ക് നൽകി, യോസേപ്പിതാവിനെ ഞങ്ങൾക്ക് നൽകി, തിരുക്കുടുംബത്തിന്റെ മാതൃക നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന സർവാധിപനും സർവശക്തനുമായ കർത്താവേ, ഈ ദിവ്യരഹസ്യങ്ങൾ ഈ കുടുംബങ്ങളെ ധന്യമാക്കട്ടെ, നമ്മുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധത്തിലും ആവശ്യമായ ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ അവസ്ഥകളെ സൗഖ്യം നൽകി വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇതിനെല്ലാം വേണ്ടി മാതാവിന്റെയും യോസേപ്പിതാവിന്റെയും മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ എല്ലാ ദിവസവും അച്ഛനെ ഓർമ്മപ്പെടുത്താനൊക്കെ ഇടയ്ക്ക് വിട്ടുപോയി. ജപമാലകൾ ചൊല്ലി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നമ്മുടെ എല്ലാ കൃപകൾക്കും വേണ്ടി ഓരോ ദിവസത്തിന്റെ സന്ദേശങ്ങൾക്കനുസരിച്ച് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ എന്നുള്ള ആ സാന്നിധ്യം അമ്മയുടെ നിറവിലൂടെ, അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തില്, യോസേപ്പിതാവിന്റെ സാന്നിധ്യത്തില് എല്ലാ മാലാഖമാരും വിശുദ്ധരും നമ്മുടെ കൂടെയുണ്ട്. ജപമാലകൾ ചൊല്ലി അർത്ഥം മനസ്സിലാക്കി ശക്തമായിട്ട് പ്രാർത്ഥിക്കണേ. നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഷയം സന്തോഷത്തിന്റെ നാലാമത്തെ ദിവ്യരഹസ്യമാണ്. അതായത് നിയമത്തെ പൂർത്തീകരിച്ചുകൊണ്ട് ദൈവത്തിന് എല്ലാ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ സമർപ്പിക്കുന്ന പരിശുദ്ധയാണ്. തന്നെ ശുദ്ധീകരണത്തിന് നാള്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് ഒരു ശുദ്ധീകരണത്തിന്റെ ആവശ്യമേ ഇല്ല. ജന്മനാ പാപമില്ലാത്തവൾ, ദൈവകൃപ നിറഞ്ഞവൾ, ദൈവത്തെ സ്വീകരിച്ചവൾ, വചനം മാംസം ധരിച്ച ഉദരം, ആ വചനത്തെ ജനിപ്പിച്ച ജീവിതം. ഇവിടെ എന്ത് അശുദ്ധിയുണ്ട്? അതുകൊണ്ട് ശുദ്ധീകരണത്തിന് ആവശ്യമേ ഇല്ല. എന്നാല് നിയമത്തെ പൂർത്തീകരിച്ചുകൊണ്ട് അമ്മ നമുക്കൊരു മാതൃക നൽകിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില്, കൂദാശ ജീവിതത്തില്, നമ്മുടെ വിശ്വാസ ജീവിതത്തില്, നമ്മുടെ പാരമ്പര്യത്തില് ഒത്തിരി നിയമങ്ങളുണ്ട്. അതിന് പ്രാധാന്യം കൊടുക്കണം. കൂദാശകൾക്ക്, അതിന്റെ പരികർമ്മത്തിന് പ്രാധാന്യം കൊടുക്കണം. അനേക മക്കൾ കൂദാശ വിട്ട് മിശ്ര വിവാഹം, രജിസ്റ്റർ മാരേജ്, ചില മക്കളെങ്കിലും കല്യാണത്തിന് മുമ്പേ രജിസ്റ്റർ മാരേജ് ചെയ്യും. അത് ശരിയല്ല, അതൊന്നും ശരിയല്ല. പല കാര്യങ്ങളും പറയാനുണ്ട് നിങ്ങൾക്ക്. പക്ഷെ കൂദാശയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. അവിടെയാണ് ദൈവകൃപ. ഇപ്പൊ മാതാവും യോസേപ്പിതാവും അത് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യം ചെയ്യാം. സന്തോഷത്തിന്റെ രഹസ്യമാണ്. അതോടൊപ്പം തന്നെ അവിടെ നമുക്കറിയാം, സെമിയോന്റെ പ്രവചനം അത്ര സന്തോഷമായ കാര്യമൊന്നുമില്ല. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളഞ്ഞു കയറി. കേട്ടപ്പോ യോസേപ്പിതാവും മാതാവൊക്കെ ഞെട്ടിക്കണം. പക്ഷെ ഞെട്ടിയില്ല. ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പദ്ധതി അതാണെങ്കിൽ സംഭവിക്കണം. ചില വേദനകള്, ചില വ്യാകുലങ്ങള്, ചില സഹനങ്ങള് നമ്മെ രക്ഷയിലേക്ക് നയിക്കാൻ, നമ്മുടെ മക്കളെ രക്ഷയിലേക്ക് നയിക്കാൻ, നമ്മുടെ കുടുംബത്തെ രക്ഷയിലേക്ക് നയിക്കാൻ നമുക്കും ചിലപ്പോൾ കർത്താവ് അനുവദിച്ച് നൽകിയേക്കാം. അവിടെ സന്തോഷമുണ്ട്. കർത്താവ് കൂടെ ഉണ്ടല്ലോ, കർത്താവ് ഇടപെടും. ഇവിടെ മക്കളെ, ഈ നാലാമത്തെ ദിവ്യരഹസ്യം ശരിക്കും ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെയും യോസേപ്പിതാവിനെ പഠിച്ചുകൊണ്ട് ദൈവം പരമേൽപ്പിച്ച ദൗത്യത്തിനു വേണ്ടി ദൈവം തന്നത്, അത് മക്കളാകാം, സമ്പത്താകാം, ദൈവത്തിന് കൊടുക്കും, ദൈവത്തിന് ഏൽപ്പിച്ചു. നമ്മുടെ മാതാപിതാക്കൾ, അതും കൂടി പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയ തെറ്റെന്നറിയോ? ഈ മക്കൾ ദൈവത്തിൻ്റെതിന് ദൈവത്തിന് സമർപ്പിക്കണം. നമ്മളിന്ന് മക്കള് ദൈവത്തോട് ആലോചന ചോദിക്കാതെ മക്കളെ എന്താ എല്ലാം കൊടുത്ത് വളർത്തി. ഞാൻ പറയും, നമ്മുടെ മക്കളുടെ എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെതാണെന്ന ചിന്തയോടുകൂടി അവരെ പരിശീലിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം, കൊടുക്കാൻ പാടില്ലാത്തത് കൊടുക്കാനേ പാടില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തോളം ദൈവത്തിൻ്റെതിനെ ദൈവത്തിൻ്റെതാക്കി ദൈവത്തിന് സമർപ്പിക്കണം. വധുവിന് വേണ്ടി വളർത്തണം.
അല്ലാണ്ട് അങ്ങോട്ട് എന്താ പറയുക പിളച്ചു വയ്ക്കുക, അവിടെ പഠിപ്പിക്കാൻ വിട്ടു, അങ്ങോട്ട് വിട്ടു ഇങ്ങോട്ട് വിട്ടു, അങ്ങനെയൊന്നുമല്ല. ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. അതാണ് മാതാവ് ചെയ്ത, യോസേപ്പിതാവ് ചെയ്ത ദേവാലയത്തിൽ കാഴ്ചവെച്ചു, സമർപ്പിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് എന്തൊക്കെയുള്ളൂ? ഇപ്പൊ നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം, നമ്മുടെ മക്കള്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, അതെല്ലാം ദൈവത്തിന്റെ. ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവത്തിന് ഫലമേൽപ്പിക്കുക. അതിലൂടെ എന്ത് കിട്ടും? സന്തോഷത്തിന്റെ 4-ാം ദിവ്യരഹസ്യം അന്വർത്ഥമാകും. അതിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും സന്തോഷം ലഭിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ ഈ 4-ാം ദിവ്യരഹസ്യത്തിന്റെ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി നമ്മെ നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് ആരാധനയെ പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട കൃപയ്ക്കും അഭിഷേകത്തിനും വേണ്ടി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ മറക്കരുത്, മടിക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, സന്തോഷത്തിന്റെ 4-ാം ദിവ്യരഹസ്യം ഞങ്ങൾക്ക് അങ്ങ് മനസ്സിലാക്കി തന്നുകൊണ്ട് അമ്മ മാതാവും യോസേപ്പിതാവും ഒപ്പം അങ്ങ് ചെയ്ത പ്രവൃത്തി കർത്താവെ ഞങ്ങൾ കാണുന്നു, മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അത് അങ്ങയുടേതാണ്. ഈ സമയം കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി കാഴ്ചവെക്കണം. കർത്താവെ, ഞങ്ങൾക്ക് വന്നുപോയ വീഴ്ചകളുണ്ട്. ഞങ്ങളുടേതെന്ന് കരുതി മക്കളെ വളർത്തി, മക്കൾക്ക് വേണ്ട പരിശീലനം നൽകിയില്ല, മക്കൾക്ക് വേണ്ട ബോധ്യങ്ങൾ നൽകിയില്ല, ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞ് മക്കളെ വളർത്തിയില്ല. ദൈവാലയമാണ് കൊച്ചെ, ദൈവത്തിന്റെ സ്വന്തമാണ് കൊച്ചെന്റെ ശരീരമെന്ന് പറഞ്ഞ് മക്കളെ വിശുദ്ധിയിൽ വളർത്തിയില്ല. മോശമായ വസ്ത്രധാരണം, മോശമായ പ്രവൃത്തികൾ കർത്താവേ, അങ്ങയുടേതാക്കി ഞങ്ങൾ ജീവിക്കണം. മാത്രമല്ല, കൂദാശ ജീവിതത്തിന്, സഭയുടെ പാരമ്പര്യത്തിന്, ഞങ്ങളുടെ പൂർവികർ പഠിപ്പിച്ച ചില ചട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പോയി. കുറെ മക്കളെങ്കിലും മക്കൾക്ക് മാമോദീസ കൊടുക്കണില്ലെന്ന് എനിക്ക് വളരെ അറിയപ്പെട്ട എന്റെ ബന്ധത്തിലുള്ളൊരു പയ്യൻ, അവന്റെ കൊച്ചിന് 14-15 വയസ്സായി മാമോദീസ കൊടുത്തിട്ടില്ല. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. സഭയുടെ നിയമങ്ങള്, വചന പറഞ്ഞ കാര്യങ്ങള് അതേപോലെ അനുവർത്തിച്ച് ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവഹിതം നിറവേറ്റി ദൈവകൃപ സ്വന്തമാക്കി എടുക്കുമ്പോൾ സന്തോഷം നിറയും. 4-ാം ദിവ്യരഹസ്യത്തിന്റെ വലിയ അഭിഷേകത്തിനായിട്ട് കർത്താവേ, അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, ഞങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ, ആരൊക്കെയുണ്ടോ, ഞങ്ങളുടെ സമ്പത്ത്, കഴിവ്, നേട്ടങ്ങൾ എല്ലാം അങ്ങയുടെ എന്നാണ് കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. അതിന്റെ പേരിൽ വരുന്ന സഹനങ്ങള്, വേദനകള്, കഷ്ടപ്പാടുകള്, വ്യാകുലങ്ങള് എല്ലാം ഏറ്റെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകണമേ. ദൈവത്തിന് വേണ്ടി ഞങ്ങൾ ജീവിക്കുമ്പോൾ കുടുംബജീവിതത്തില്, പൗരോഹിത്യത്തില്, സമൂഹ ജീവിതത്തില്, പഠന മേഖലയില് എല്ലാം കഷ്ടപ്പാടുകൾ വരും. അതെല്ലാം ഏറ്റെടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 4-ാം ദിവ്യരഹസ്യത്തിന്റെ അഭിഷേകം നാം നമ്മുടെ കുടുംബത്തിൽ നിറയപ്പെടാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും ചൊരിഞ്ഞ് അനുഗ്രഹിച്ച് ദൈവമേ, ഈശോയെ അങ്ങയുടെ അങ്ങേക്ക് സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.